യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലെ വയോജന ശുശ്രൂഷ മേഖലയിലേക്ക് കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവസരം. കുടുംബശ്രീയുടെ K4 കെയർ പദ്ധതിയിലൂടെ 1000-ലധികം വനിതകൾക്ക് വിദേശ തൊഴിൽ സാധ്യതയാണ് ഒരുങ്ങുന്നത്. വയോജന പരിചരണ രംഗത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ഡെൻമാർക്ക് ഇന്ത്യയുമായി കൈകോർക്കുന്നത്. ഡെൻമാർക്കിലെ വയോജന ശുശ്രൂഷ രംഗത്തേക്ക് കുടുംബശ്രീ അംഗങ്ങളെ നിയോഗിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന K4 കെയർ പദ്ധതിയിലൂടെയാണ് വനിതകൾക്ക് ഈ അവസരം ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 1000 പേരെയാണ് ഡെൻമാർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയോജന പരിചരണം, സാമൂഹിക സേവനം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകിയ ശേഷം ഇവരെ സോഷ്യൽ ഹെൽത്ത് കെയർ ഹെൽപ്പർമാരായി നിയമിക്കും. ഡെൻമാർക്കിലെ ആരോഗ്യ ശുശ്രൂഷ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതര തൊഴിലാളി ക്ഷാമമാണ് ഇതിനു പിന്നിൽ. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പരിചയസമ്പന്നരും സംസ്കാരബോധമുള്ളവരുമായ ആരോഗ്യ പ്രവർത്തകരെയാണ് ഡെൻമാർക്ക് പരിഗണിക്കുന്നത്. ഇതിനിടെയാണ് ഡെൻമാർക്ക് ഉന്നത സംഘം കേരളത്തിലെത്തി K4 കെയർ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത്. തുടർന്ന് മന്ത്രി MB രാജേഷുമായി ചർച്ചകളും നടന്നു. നിലവിൽ K4 കെയറിൽ 1124 അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, HLFPT, ആസ്പിരൻ ലേണിംഗ് അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ 1 മാസം നീളുന്ന റെസിഡൻഷ്യൽ പരിശീലനമാണ് കുടുംബശ്രീ നൽകുന്നത്. 25 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള +2 യോഗ്യതയുള്ള വനിതകൾക്കാണ് അവസരം. വയോജന പരിചരണ രംഗത്ത് പരിചയമുള്ള നഴ്സുമാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. കേരളത്തിലെ വനിതകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ സാധ്യത ഒരുക്കുന്ന മറ്റൊരു നിർണായക ചുവടുവയ്പ്പാണിത്.